നമസ്കാരം, ഞാൻ ആശാ ശേഖർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. Powered by Fortune Industries, presented by Baba Easy English, in association with High Sleep Mattresses. ഗൂഢാലോചനയിൽ വലവിരിച്ച് നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം ശരിയായ ദിശയിലെന്ന് മുഖ്യമന്ത്രി. തെറ്റു ചെയ്ത ആരെയും വെറുതെ വിടില്ല. പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. തെറ്റു ചെയ്തത് എത്ര വലിയ മീനായാലും പോലീസിന്റെ വലയിൽ വീഴുമെന്നും പിണറായി വിജയൻ. അതേസമയം അമ്മയുടെ വാർത്താ സമ്മേളനത്തിൽ താരങ്ങൾ നടത്തിയ മോശം പെരുമാറ്റത്തിൽ മാപ്പു ചോദിച്ച ഇന്നസെന്റ്. മുകേഷിന്റെയും ഗണേഷിന്റെയും പെരുമാറ്റം തന്റെ പ്രതിച്ഛായയെ പോലും മോശമാക്കി. സംഘടനാ അക്രമത്തിനിരയായ നടിക്കൊപ്പമെന്നും അല്ലാത്ത തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും ഇന്നസെന്റ്. സംഭവത്തിൽ ദിലീപിനോട് വ്യക്തിപരമായ വിശദീകരണം തേടിയിരുന്നു. തെറ്റു ചെയ്തിട്ടില്ലെന്ന് താരം ആവർത്തിക്കുകയാണ് ഉണ്ടായത്. കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നും താൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും വിശദീകരണം. മറനീങ്ങുന്ന ദുരൂഹത. നടി അക്രമത്തിനിരയായ സംഭവത്തിൽ തെളിവുകൾക്ക് കൂടുതൽ വ്യക്തത വരുത്തി പോലീസ്. ശേഖരിച്ച തെളിവുകൾക്ക് പുറമെ സിനിമാ രംഗത്തെ കൂടുതൽ പേരെ വിളിച്ചു വരുത്തിയും ചോദ്യം ചെയ്യൽ. ആലുവ പോലീസ് ക്ലബിൽ നടന്ന ചോദ്യം ചെയ്യലിൽ ചില ഫോട്ടോകൾ കാണിച്ചെന്ന് ചലച്ചിത്ര താരം ധർമ്മജൻ. സുനിയെ പരിചയമില്ലെന്നും തന്നോടൊപ്പം ഒരുപാട് പേർ ഫോട്ടോ എടുക്കാറുണ്ടെന്നും അന്വേഷണ സംഘത്തോട് താരം. സംഭവത്തിൽ ഉന്നതരുടെ പങ്ക് സംബന്ധിച്ച് സ്ഥിരീകരണമായെങ്കിലും കൂടുതൽ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരുത്താനുണ്ടെന്ന് അന്വേഷണ സംഘം. കേസിൽ ആരെയും അറസ്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടില്ലെന്നും അതിനാൽ ഇതു സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ആലുവ റൂറൽ SP. കേസിൽ ദിലീപിനെയും നാദൃഷയെയും വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ്. ഇരുവരും നേരത്തെ നൽകിയ മൊഴിയുടെയും പുതിയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചോദ്യാവലിയിൽ മൊഴിയെടുപ്പ് 2 ദിവസത്തിനകം. അതിനിടെ കേസിൽ നിയമോപദേശം തേടിയെന്ന വാർത്ത തള്ളി ദിലീപ്. ശ്രീറാം തെറിച്ചു. മൂന്നാർ സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിയതിൽ സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം. നടപടിയിൽ സർക്കാർ വിശദീകരണം നൽകണമെന്ന് രമേശ് ചെന്നിത്തല. സർക്കാർ സംരക്ഷിക്കുന്നത് ആരുടെ താൽപര്യങ്ങളെന്ന് ചോദ്യം. വിഷയത്തിൽ CPI നിലപാട് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിയതിൽ എതിർപ്പ് പരസ്യമാക്കാതെ CPI. കളക്ടറെ മാറ്റിയത് നയപരമായ തീരുമാനമെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവും നടപടി ഭരണപരമെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരനും. അതേസമയം കളക്ടറെ മാറ്റിയത് തെറ്റായ സന്ദേശം നൽകുമെന്ന് പാർട്ടി ഇടുക്കി ജില്ലാ സെക്രട്ടറി. മൂന്നാർ വിഷയത്തിൽ CPIയുടെ എതിർപ്പ് അവഗണിച്ച് സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റി സർക്കാർ ഉത്തരവിറക്കിയത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം. എംപ്ലോയ്മെന്റ് ഡയറക്ടറാക്കിയുള്ള പുതിയ നിയമനം മാനന്തവാടി സബ് കളക്ടറെ ദേവികുളത്തേക്ക് സ്ഥലം മാറ്റിയ ശേഷം 4 കൊല്ലമായ ഉദ്യോഗസ്ഥരെ മാറ്റുന്നു എന്ന് ഔദ്യോഗിക വിശദീകരണം. സുധാകരന് വിമർശനം. നെഹ്റു ഗ്രൂപ്പ് ചെയർമാനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ K സുധാകരനെതിരെ വിമർശനവുമായി പാർട്ടി നേതൃത്വം. സുധാകരന്റെ നടപടി വ്യക്തിപരമെന്ന് രമേശ് ചെന്നിത്തലയും സംഭവിച്ചത് നടക്കാൻ പാടില്ലാത്തതെന്ന് യൂത്ത് കോൺഗ്രസും. സുധാകരൻ രഹസ്യ ചർച്ച നടത്തിയത് പാർട്ടിയുടെ അറിവോടെയല്ലെന്ന് പാലക്കാട് DCC. K സുധാകരന്റെ നടപടിയിൽ പ്രതിഷേധമറിയിച്ച് ജിഷ്ണുവിന്റെ കുടുംബം. ജിഷ്ണുവിന്റെ മരണം അട്ടിമറിക്കാൻ സുധാകരൻ ശ്രമിച്ചെന്നും വ്യാജ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടാക്കിയതിൽ നേതാവിന് പങ്കുണ്ടെന്നും അച്ഛൻ അശോകൻ. സുധാകരന്റെ ശ്രമം ഷൗക്കത്ത് അലി കേസ് ഒതുക്കി തീർക്കാനെന്ന് അമ്മ മഹിജ. അതിനിടെ ജിഷ്ണു കേസ് CBIക്ക് വിട്ട് സർക്കാർ. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാനും നിർദ്ദേശം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു. Powered by Fortune Industries, presented by Baba Easy English, in association with High Sleep Mattresses. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.